സുപ്രഭാതം. ട്രഡീഷണലി കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം അല്ലേ, ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് ഒരു ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണെന്ന്. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്തെല്ലാം ചെയ്യാനൊക്കും, നമ്മുടെ ജീവിത വിജയത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആ സമയത്തെ എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താൻ പറ്റും. നമുക്കെല്ലാവർക്കും ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേൽക്കാനും വിളക്ക് വയ്ക്കാനും ഒന്നും സാധിക്കണമെന്നില്ല. പലർക്കും പല പല സാഹചര്യങ്ങളാണ് അല്ലേ. ചിലർക്ക് രാവിലെ എണീക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ആരോഗ്യപരമായിട്ട് വെളുപ്പിനെ 3 മണിക്കും 4 മണിക്കും ഒക്കെ എഴുന്നേൽക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. ചിലർക്കാണെങ്കിൽ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുളിച്ച് വിളക്ക് കൊളുത്താനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. ചിലപ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവണമെന്നില്ല. ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്നെണീക്കുക തന്നെയാണ് ഏറ്റവും പ്രധാനം. ആ സമയത്ത് നമ്മൾക്കറിയാം, ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് എല്ലാ ദൈവങ്ങളും ഉണരുന്ന സമയമാണ്. ആ സമയത്ത് നമ്മൾ ഒരിക്കലും കിടന്നുറങ്ങുന്നത് ശുഭമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ചോദിക്കും, എല്ലാവർക്കും ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ നമുക്ക് ആ സമയത്ത് ഉണർന്നെണീക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ എന്ത് ചെയ്യും എന്ന് ചോദിക്കും. പക്ഷേ കഴിയുന്നവരൊക്കെ ആ സമയത്ത് എഴുന്നേൽക്കുക, ആ സമയത്ത് ഉണരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. ഉണർന്നെണീറ്റ് കഴിഞ്ഞതിന് ശേഷം പ്രാർത്ഥിക്കാൻ ഒക്കുന്നവർക്ക് പ്രാർത്ഥിക്കുക. അത് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാൻ ഒക്കുന്നവർക്ക് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാം. കുളിക്കാൻ ഒക്കുന്നവർക്ക് കുളിച്ച് വിളക്ക് കൊളുത്താം. അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഏതാണോ അത് ചെയ്യുക. അപ്പോൾ കുളിച്ച് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാത്തവർക്ക് നമുക്ക് അതിൻ്റെ ഫലപ്രാപ്തി കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ആ സമയത്ത് ഉണരുക. ആദ്യമേ ചെയ്യേണ്ട കാര്യം ആ സമയത്ത് നമ്മൾ ഉണരുക എന്നുള്ളതാണ്. ഉണർന്നു കഴിഞ്ഞിട്ട് നമ്മളെ കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത്, കുളിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ കുളിക്കുക, വിളക്ക് കൊളുത്താൻ പറ്റുമെങ്കിൽ വിളക്ക് കൊളുത്തുക. ഇത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പ്രാർത്ഥിക്കുക എന്നുള്ള കാര്യം അല്ലേ, പ്രാർത്ഥന എന്നുള്ള കാര്യം നമ്മൾ ഏതവസ്ഥയിലും നമുക്ക് ഒന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഉണർന്നെണീക്കുക. നമ്മൾ ഇരിക്കുന്ന ബെഡിലാണെങ്കിലും അല്ലെങ്കിൽ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് ഹാളിലാണെങ്കിലും എവിടെയെങ്കിലും നമ്മുടെ കൈയും കാലും മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷപ്പായി നമുക്ക് പ്രാർത്ഥിക്കുക. നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുക. നമുക്ക് ഏതൊക്കെ ഗോൾസാണ് അച്ചീവ് ചെയ്യാനുള്ളത്, ആ ഗോൾസിനെ പറ്റി നമ്മൾ അച്ചീവ് ചെയ്യുന്നതായിട്ട് ചിന്തിക്കുക. നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രകൃതിയോട് അല്ലെങ്കിൽ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രഹ്മമുഹൂർത്ത വിളക്ക് എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കൊളുത്തുന്നത്. അപ്പോൾ പഞ്ചഭൂതങ്ങൾക്ക് വേണ്ടി കൊളുത്തിയിട്ട് നമ്മൾ പ്രകൃതിയോടാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇനി നിങ്ങൾക്കത് വിശ്വാസമില്ല, അതല്ല ദൈവത്തിനോടാണ് പ്രാർത്ഥിക്കേണ്ടതെങ്കിൽ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ ബ്രഹ്മമുഹൂർത്ത സമയത്ത് നമ്മൾ ഉണർന്നെണീറ്റിട്ട് നമുക്ക് നമ്മുടെ സാഹചര്യം ഏതാണോ ആ സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെട്ടിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക ദൈവത്തിനോട്. പിന്നെ ഇതിനൊന്നും താല്പര്യമില്ല, രാവിലെ ഞാൻ എഴുന്നേൽക്കാറുണ്ട്, പക്ഷേ പ്രാർത്ഥിക്കുന്നതിലും വിളക്ക് കൊളുത്തുന്നതിലും കുളിക്കുന്നതിലും ഒന്നും എനിക്ക് താല്പര്യമില്ല, അതൊന്നും എനിക്ക് പറ്റില്ല എന്നുള്ളവരാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏത് ജോലിയാണോ ആ ജോലി നമുക്ക് ചെയ്യാട്ടോ. ആ ജോലി ചെയ്ത് കഴിഞ്ഞെന്നാലും നമുക്ക് ജീവിത വിജയം ഉറപ്പായിട്ടുണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചെന്നാൽ ആ സമയം അത്രയ്ക്കും പവർഫുള്ളായിട്ടുള്ള ഒരു സമയമാണ്. ആ സമയത്ത് നമ്മൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത്, എന്താണ് ചെയ്യുന്നത്, അത് നമുക്ക് ജീവിത വിജയത്തിലേക്ക് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രാർത്ഥനയും വിളക്ക് കൊളുത്തലും മാത്രമല്ല, നമ്മുടെ ജോലി എന്താണോ ആ ജോലി നമ്മൾ ആ സമയത്ത് എഴുന്നേറ്റ് ചെയ്യുക. ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് ജീവിതത്തെപ്പറ്റി പ്ലാനിങ് ചെയ്യാം കേട്ടോ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏതെല്ലാം ഗോൾസാണ് അച്ചീവ് ചെയ്യാനുള്ളത്, എന്തെല്ലാം കാര്യമാണ് എനിക്ക് സാധിച്ചെടുക്കാനുള്ളത്, എനിക്ക് എന്തെല്ലാം ആഗ്രഹങ്ങൾ നേടാനൊക്കും, എൻ്റെ ജീവിതം വിജയത്തിലോട്ട് പോകാനായിട്ട് എനിക്ക് എന്തെല്ലാം ചെയ്യാനൊക്കും. ഒരു ജോലിയാണെങ്കിൽ ജോലി, അല്ലെങ്കിൽ ഒരു ബിസിനസ് ആണെങ്കിൽ ബിസിനസ്, അല്ലെങ്കിൽ അങ്ങനെ എന്ത് ചെയ്താലാണ് എൻ്റെ ജീവിതം കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിലേക്ക് പോകുന്നതെന്ന് പ്ലാനിങ് ചെയ്യാം. പ്ലാനിങ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് നാൾ നമ്മൾ എഴുന്നേറ്റ് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ദിവസം നമ്മുടെ മുന്നിൽ നമ്മളറിയാതെ തന്നെ അതിനുള്ള മാർഗങ്ങൾ തുറന്നു വരും. ആ മാർഗത്തിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ജീവിത വിജയത്തിലേക്ക് എത്താനാവും. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മൾ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. ബ്രഹ്മമുഹൂർത്തത്തിൽ വെളുപ്പിന് 3 മണിക്കോ അല്ലെങ്കിൽ 4 മണിക്കോ, നമുക്കറിയാം ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് 5:30 സമയം വരെ ഉള്ളതാണ്. അപ്പോൾ
5:30 എഴുന്നേറ്റിട്ട് കാര്യമില്ല. ഒരു 5 മണിക്കെങ്കിലും നമ്മൾ എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുക. എങ്കിലേ നമുക്കൊരു അരമണിക്കൂറെങ്കിലും നമുക്ക് ഇതെല്ലാം ചെയ്യാനായിട്ടുള്ള ഒരു സമയം നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ ആ സമയത്ത് ഒന്ന് എണീക്കുക. ജസ്റ്റ് നമ്മുടെ മൊബൈലിലൊന്ന് അലാറം വെച്ചിട്ട് അല്ലെങ്കിൽ ടൈം പീസിലോ ഒക്കെ ഒന്ന് അലാറം വെച്ചിട്ട് ആ സമയത്ത് നമ്മളൊന്ന് എണീക്കുക. എണീറ്റിട്ട് നമ്മൾ കിടക്കുക, ഒരു 5 മിനിറ്റ് കിടക്കുക. പിറ്റേ ദിവസം എണീക്കുക, ഒരു 5 മിനിറ്റ് കിടക്കുക. പിറ്റേ ദിവസം എണീക്കുക, ഒരു 5 മിനിറ്റ് കിടക്കുക. ഉണർന്ന് കിടക്കുക. വീണ്ടും ഉറങ്ങാനല്ല പറയുന്നത്, ഉണർന്ന് കിടക്കുക. അപ്പോൾ 2-3 ദിവസം ആകുമ്പോഴത്തേക്കും ആ സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എഴുന്നേൽക്കും. അങ്ങനെ എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യുക, എഴുന്നേറ്റിട്ട് വന്നിട്ട് നമ്മൾ ആ കിടക്കുന്ന സ്ഥലത്തുനിന്ന് എഴുന്നേറ്റിട്ട് വേറെ എവിടെയെങ്കിലും പോയി ഒന്ന് ഇരിക്കുക. അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എഴുന്നേൽക്കാനായിട്ട് പഠിക്കും. അങ്ങനെ ഉണർന്ന് പരിശീലിച്ചതിന് ശേഷം നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക. കുളിക്കാനാണെങ്കിൽ കുളിക്കുക, വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാനാണെങ്കിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാം. അല്ല ഇതുപോലെ തന്നെ പ്ലാനിങ് ചെയ്യാനായിട്ടാണെങ്കിൽ പ്ലാനിങ് ചെയ്യാം. അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ആ വർക്കിന് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ മാറ്റിവെക്കുക. ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഉറപ്പായിട്ടും നമുക്ക് മുന്നോട്ട് വരാനൊക്കും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. എല്ലാവർക്കും ശുഭദിനം. നന്ദി.